നമസ്കാരം. മുതിർന്ന കോൺഗ്രസ് നേതാവും അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ റാണ ഗോസ്വാമി പാർട്ടി വിട്ടു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ ദേശീയ തലത്തിൽ വലിയ ചർച്ചയാവുന്നത്. എന്തായാലും അദ്ദേഹം BJP-യിലേക്ക് ചേരും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായും അതിനുശേഷം BJP-യുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായും റാണ ഗോസ്വാമി കൂടിക്കാഴ്ച നടത്തുമെന്ന തരത്തിൽ തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ നൽകുന്നത്. APCC അധ്യക്ഷൻ ഭൂപൻ ബോറയ്ക്ക് അയച്ച രാജിക്കത്തിൽ തന്റെ തീരുമാനത്തിന് പിന്നിൽ പല രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ട് എന്നുകൂടി റാണ ഗോസ്വാമി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഭൂപൻ ബോറയും റാണ ഗോസ്വാമിയും തമ്മിലുള്ള അധികാര തർക്കമാണ് ഇപ്പോൾ രാജിയിൽ കലാശിച്ചത് എന്നും പറയപ്പെടുന്നു. ഇതിനോടകം തന്നെ അസമിൽ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്നുമുള്ള 6ഓളം പ്രമുഖ നേതാക്കളാണ് കഴിഞ്ഞ കാലയളവിൽ BJP-യിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. മറ്റു പല കോൺഗ്രസ് MLA-മാരുൾപ്പെടെ BJP-യിലേക്ക് പോകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, അസം 14 ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ്. നോർത്ത് ഈസ്റ്റിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ ഉള്ളതും അസമിന് തന്നെയാണ്. 2014 റിസൾട്ട് മുതൽ ഒരു പരിശോധന നടത്തുകയാണെങ്കിൽ അസമിൽ കോൺഗ്രസിന്റെ തളർച്ചയും BJP-യുടെ വളർച്ചയും എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2014 ആകെയുള്ള 14 സീറ്റുകളിൽ 7ലും BJP വിജയിച്ചു കയറിയിരുന്നു. 2019 ആയപ്പോഴേക്കും ഈ 7 എന്നുള്ള നില അവർ 9ലേക്ക് ഉയർത്തുകയും ചെയ്തിരുന്നു. BJP-യുടെ എക്കാലത്തെയും വലിയ നേട്ടമായിരുന്നു 2019 അസം സാക്ഷ്യം വഹിച്ചത്. എന്തായാലും 2024 പൊതു തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും BJP ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന അസമിൽ അവർ ഒരു ശക്തമായ തിരിച്ചുവരവിന് ശ്രമിക്കുന്നതിനിടയിലാണ് തുടർച്ചയായുള്ള തിരിച്ചടികൾ കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നത്. എന്തായാലും അസം കോൺഗ്രസ് മുക്തമാകുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ പറഞ്ഞിരുന്നു. ഈ ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഇപ്പോഴാവട്ടെ അദ്ദേഹം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ BJP-യുടെ ട്രബിൾ ഷൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത് പോലും. ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ കോൺഗ്രസ് പടിയിറങ്ങി പോകുന്ന ഒരു കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും BJP-യുടെ നീക്കങ്ങൾ ഓരോ നിമിഷവും ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തോടുള്ള എതിർപ്പാണ് പലപ്പോഴും ഈ നേതാക്കളൊക്കെ പടിയിറങ്ങുന്നതിന് കാരണമായി അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, സ്റ്റുഡന്റ് ഫെഡറേഷനിലുള്ള കോൺഗ്രസിന്റെ തന്നെ വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട ആളുകളും ഹിമന്ത ബിശ്വ ശർമ്മ എന്ന നേതാവിൽ ആകൃഷ്ടരായിക്കൊണ്ടാണ് ഇപ്പോൾ BJP പാളയത്തിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. അസമിൽ കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത് വലിയ പ്രതിസന്ധി തന്നെയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ റാണ ഗോസ്വാമി. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.